Hi all. ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്നു. കുറേ ഉദ്യോഗാർത്ഥികളൊക്കെ അപ്ലൈ ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഇതിൻ്റെ സിലബസൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ള ടോപ്പിക്സും ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ അതിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. 500 രൂപ ആപ്ലിക്കേഷൻ ഫീ ഒക്കെ ഉണ്ട്. ഇത് മുടക്കി വെറുതെ അപ്ലൈ ചെയ്യണോ, ഞങ്ങൾക്ക് കിട്ടില്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ വേണം ചിന്തിക്കാൻ. അതോടൊപ്പം തന്നെ ജൂലൈ 2 കഴിഞ്ഞ് ജൂലൈ 3-ാം തീയതി എനിക്ക് തന്നെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയാൽ തിരിച്ച് നമുക്ക് നടക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല ഡിഗ്രി ഉള്ളതുകൊണ്ട്, അതായത് ഇതിൽ അപ്ലൈ ചെയ്യണം, പക്ഷേ ഡിഗ്രിക്കാർക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉള്ളതുകൊണ്ട് എനിക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയി എന്ന് പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന അവസരം നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണുക. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. സിലബസ് ഞാൻ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മൾ സിലബസ് ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞു തന്നത് ട്രാവൻകൂർ റൂളേഴ്സ് ആണ്. അതിൽ ഒരു ട്രാവൻകൂർ റൂളറിനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിക്ചറിൽ തന്നെയുണ്ട് അല്ലേ. ഇതാരാണ്? റാണി ഗൗരി പാർവതി ഭായി ആണ്. നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ച ഒരു ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി. റാണി ഗൗരി പാർവതി ഭായിയുടെ പടമാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിനു മുമ്പ് തിരുവിതാംകൂറിൽ ഭരണാധികാരികളില്ലേ? ഉണ്ട്. മാർത്താണ്ഡവർമ്മ ഉണ്ടായിരുന്നു, കാർത്തിക തിരുനാൾ വന്നിട്ടുണ്ടായിരുന്നു, അവിട്ടം തിരുനാളുണ്ട്, റാണി ഗൗരി ലക്ഷ്മി ഭായി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്ന വ്യക്തിയാണ് റാണി ഗൗരി പാർവതി ഭായി. ഒരു ശംഖ് അല്ലേ, ഇത് നമ്മുടെ ട്രാവൻകൂർ റൂളേഴ്സിൻ്റെ, അതായത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഈ ശംഖ് എന്ന് പറയുന്നത്. അപ്പോൾ ചിഹ്നം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം പഠിക്കാം. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളമാണ്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം എന്താണ്? വഞ്ചീശമംഗളമാണ് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം. ഇതിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് ശംഖുമാണ്. ഇനി നമ്മുടെ പാർവതി ഭായിയുടെ പിക്ചർ കാണിച്ചു. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഇപ്പോൾ ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതൊരു പഴയ പിക്ചറാണ്, പക്ഷെ പേര് പറയുമ്പോൾ മനസ്സിലാകും. പാർവതി പുത്തനാര്. എന്താണ് പാർവതി പുത്തനാര്? വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തോടാണ് പാർവതി പുത്തനാര്. ഈ പാർവതി പുത്തനാര് പണികഴിപ്പിച്ചത് റാണി ഗൗരി പാർവതി ഭായിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. അതായത് എല്ലാവർക്കും സ്വർണം വെള്ളി ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിച്ച ആളാണ്. അതുകൊണ്ട് എല്ലാവർക്കും സ്വർണം വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം കൊടുത്തു. എല്ലാവർക്കും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം പാർവതി ഭായി കൊടുത്തു. എല്ലാവർക്കും വീട് ഓട് മെയ്യാനുള്ള അവകാശം കൊടുത്തു. പാവപ്പെട്ടവനോ പണക്കാരനോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും വീട് ഓട് മെയ്യാനുള്ള അനുവാദം കൊടുത്തു. ഇതും റാണി ഗൗരി പാർവതി ഭായിയ. അതായത് പണ്ട് നമുക്ക് എല്ലാവർക്കും സ്വർണ്ണം ഇടാനുള്ള അവകാശമൊന്നുമില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ സ്വർണ്ണം ഇടാനൊരു ലൈസൻസ് ഉണ്ട്, പണം അടച്ചാൽ ലൈസൻസ് വാങ്ങിക്കണം. അതൊക്കെ മാറ്റി അത് പാർവതി ഭായിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഇവർ എല്ലാവർക്കും തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏർപ്പെടുത്തി. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, അതായത് വിദ്യാഭ്യാസം സർക്കാരിൻ്റെ കടമയാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഈ പാർവതി ഭായി. കണ്ടോ, ഇത്രയും പാർവതി ഭായിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ പഴയ തിരുവിതാംകൂറിൻ്റെ ഒരു ചെറിയ പിക്ചറാണ്. ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ നമ്മുടെ പത്മനാഭസ്വാമിയുടെ കടുത്ത ആരാധകരായിരുന്നു. അതുകൊണ്ട് ട്രാവൻകൂർ റൂളേഴ്സിനെ നമ്മൾ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതുപോലെ ചട്ടവരിയേളകൾ എന്ന പേരിൽ നിയമസംഹിതയൊക്കെ ട്രാവൻകൂർ രാജവംശത്തിലാണ് രചിക്കുന്നത്. അതുപോലെ നമ്മുടെ ആദ്യ സെൻസസ് നടത്തുന്നതും ഒക്കെ ട്രാവൻകൂർ റൂളേഴ്സാണ്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെ വീഡിയോയിൽ കാണാം. അതേപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാച്ച് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫാദേഴ്സ് ഡേ ഓഫർ
ഓഫറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം. അതുപോലെ നമ്മുടെ ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം ആപ്പിനകത്തില മൈ കോണ്ടൻറ്റില ഒരുപാട് നമ്മുടെ കോണ്ടൻറ്റുകൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ നമ്മുടെ വീഡിയോസ് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരെ ഗൂഗിളിൽ പോയിട്ട് ADA24/7 മലയാളം ഒന്ന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും ഇങ്ങനെ വരും. ഇതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ കേരള ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ബാച്ചാണ്. ബൈ നൗ കൊടുക്കണം. ബൈ നൗ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഡിസ്കൗണ്ട് കോഡുണ്ട്, മറക്കരുത്. Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക. അപ്പോൾ പ്രൈസ് 2323 രൂപയാണ്. ഫിൽ ഡീറ്റെയിൽസിൽ ആ പേരും ഫോൺ നമ്പറും പേയ്മെൻറ്റും കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കോഴ്സ് കാണണമെന്ന് പർച്ചേസ് ചെയ്ത കോഴ്സ് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ആപ്പിനകത്തിലാണ് ദെൻ ആപ്പില മൈ കോണ്ടൻറ്റിൽ നമ്മുടെ എല്ലാ നമ്മൾ എടുത്തിട്ടുള്ള, അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മുടെ ആപ്പില മൈ കോണ്ടൻറ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിലുണ്ടാകും. അതിനായിട്ട് ചാനൽ നിങ്ങളിതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആപ്പില മൈ കണ്ടൻറ്റിലാണ് നമ്മുടെ കോഴ്സ് കിടക്കുന്നത് നിങ്ങൾ പർച്ചേസ് ചെയ്തത്. അതുപോലെ ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സജിത മിസ് ഹിസ്റ്ററി ഫ്രീ PDF എന്നുള്ള പോർഷനിൽ നോക്കിയാൽ ഞാൻ യൂട്യൂബിൽ തരുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ട്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാം. താങ്ക്